ഓപ്പറേഷൻ സിന്ദൂറിൽ 6 പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തുവെന്ന് സ്ഥിരീകരിച്ച് വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെയും എ പി സിംഗ് പ്രശംസിച്ചു. മെയ് 7-ന് നടന്ന ഓപ്പറേഷനിൽ തകർന്ന ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ബംഗളൂരുവിലെ പരിപാടിയിലാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തൽ. 5 യുദ്ധവിമാനങ്ങളും എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റമുള്ള ഒരു വിമാനവുമാണ് തകർത്തത്. പാകിസ്ഥാന്റെ വലിയ വിമാനം വീഴ്ത്തിയത് 300 കിലോമീറ്റർ ദൂരത്തിൽ വെച്ചാണ്. ഇത്രയും ദൂരത്തിൽ വിമാനം വീഴ്ത്തുന്നതും റെക്കോർഡാണെന്ന് എ പി സിംഗ് പറഞ്ഞു. Mostly from I'm talking about fighter aircraft are from S-400. We have at least 5 fighters confirmed kills and 1 large aircraft which could be either an Elint aircraft or an AWNC aircraft, which was taken out at a distance of about 300 kilometers. This is the actually largest ever recorded surface to air kill that we can talk about. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇതാദ്യമായാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ പ്രശംസിച്ച എ പി സിംഗ് പാകിസ്ഥാന്റെ ഏതു ഭീഷണിയും നേരിടാൻ ഇന്ത്യയുടെ വ്യോമ സംവിധാനം ശക്തമാണെന്ന് പറഞ്ഞു. ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളി ഉൾപ്പെടെ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് മെയ് 7-ന് രാജ്യം ശക്തമായ തിരിച്ചടി നൽകിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.